കേരള ബി ജെ പിയിൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരണമാണെന്നും ആ ഗ്രൂപ്പിസം ഇല്ലാതാക്കാനാണ് പുറത്തുനിന്നൊരാളെ, അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മലയാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖറെ കൊണ്ടുവന്നതെന്നും കേരള സംസ്ഥാന അധ്യക്ഷനായിട്ട് കേന്ദ്രം നിയോഗിച്ചതെന്നും ആണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴിതാ ആ രാജീവ് ചന്ദ്രശേഖരനും കേരളത്തിലെ ബി ജെ പിയെ നിയന്ത്രിക്കാനാകുന്നില്ല. ബി ജെ പിയിൽ ഗ്രൂപ്പിസം 10 മടങ്ങ് ശക്തമായിരിക്കുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി എന്നുമൊക്കെയുള്ള ആരോപണമാണ് ഉയരുന്നത്. എന്താണ് സാർ, കേരള ബി ജെ പി രക്ഷപ്പെടാനുള്ള വഴിയൊന്നുമില്ലേ? അല്ല, ഞാനും അതാ ചോദിക്കുന്നത്. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല ഇവർക്ക്. പണ്ടൊരു ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവാ ഞാൻ നന്നാകില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ്. അതെ, പണ്ട് അല്പം പേരുദോഷമുള്ളവരാണ് ഇവർ. വോട്ട് കച്ചവടം ചെയ്തു എന്നൊക്കെ പണ്ട് കാലത്ത്. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് മാറിയതാണ്. അതെ, അതെ. ഏതാണ്ട് 2009 വരെ, ഈ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴിച്ച് ബാക്കി തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ബി ജെ പി വോട്ട് വിൽക്കുന്ന പാർട്ടിയാണ് എന്ന് അത് ഏറ്റവും കൂടുതൽ ആരോപിച്ചത് CPM ആണ്. പ്രത്യേകിച്ചും ബേപ്പൂരിലും മഞ്ചേശ്വരത്തും അതുപോലെ തിരുവനന്തപുരത്ത് ഈസ്റ്റിലും ഒക്കെ ഉണ്ടാക്കിയ ചില നീക്കുപോക്കുകൾ, കോലീബി സഖ്യം, ബേപ്പൂരാണ് അതിൻ്റെ തുടക്കം. അത് ഈ KG മാരാരുടെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. അല്ല പ്രശാന്ത്, ഒരു കാര്യം ഇവർ മനസ്സിലാക്കാത്ത എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഈ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മുന്നണികളും വലിയൊരു ഭയപ്പാടിൽ നിൽക്കുകയാണ്. ഇവിടെ BJP സ്പേസ് ഉണ്ടാക്കുന്നു എന്നുള്ള പേരില്ലേ. അതെ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, CPMന്റെ ഇടങ്ങളിൽ പോലും BJP കടന്നു കയറിയെന്ന്. എന്നിട്ടും ഇവരെന്തേ പഠിക്കാത്തത്? അങ്ങനെ CPMന്റെ ഇടങ്ങളിലേക്ക് കയറി എന്ന് ഒരു സംസ്ഥാന സെക്രട്ടറി പറയുകയാണെന്നുണ്ടെങ്കിൽ CPM അങ്ങനെ അങ്ങ് പറയുന്ന ഒരാളല്ല, തുറന്നു പറയുന്നവരല്ല. കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന വോട്ട് ഇന്നിടത്തേക്കാണ് പോയത്, അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടി, എത്ര വോട്ടിന് ജയിക്കും എത്ര വോട്ടിന് തോക്കും എന്നൊക്കെ CPMന് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന സംവിധാനം അവർക്കുണ്ട്. അവർ പോലും വലിയ ആശങ്കയിൽ നിൽക്കുമ്പോൾ ഇതിനകത്ത് ഈ തമ്മിലടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ നിൽക്കുന്നത്. അതെ, അതിന് ഏറ്റവും വലിയ അടിത്തറ ഇടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ആദ്യം വരാൻ പോകുന്നത്. ഒക്ടോബറിൽ ഉണ്ടാകും. അതെ, നവംബറിൽ നിലവിൽ വരണം തദ്ദേശം അല്ലേ? അപ്പോൾ ഒക്ടോബറിൽ ഉണ്ടാകും. അത് അടുത്ത് നിൽക്കുകയാണ്, മാസങ്ങളേ ഉള്ളൂ. അതിനകത്തൂടെയാണ് ഈ താഴെ തട്ടിൽ ഒന്ന് ശക്തമാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സാർ, താഴെ തട്ടിൽ പാർട്ടി എത്ര ശക്തമാണെന്ന് അറിയുന്നതും ആ തെരഞ്ഞെടുപ്പിലാണ്. അത് അങ്ങനെ വരുമ്പോൾ ഈ വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ അംഗീകാരമൊക്കെ നേടുകയുണ്ടായി. പക്ഷേ എന്ത് പ്രയോജനം? ഇവിടെ ഈ തുടക്കത്തിൽ പ്രശാന്ത് പറഞ്ഞതുപോലെ കേരളത്തിലെ വിഭാഗീയത മൂത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഏവർക്കും സുസമ്മതനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ടേക്ക് ഇറക്കുന്നത്. അവിടെ വെച്ചെങ്കിലും അപ്പോൾ ആദ്യം അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഈ വിഭാഗീയതയുള്ളവരൊക്കെ തന്നെ ഒന്ന് പത്തി മടക്കി ഒരു കുടക്കീഴിൽ ഒന്നിക്കാമെന്നുള്ള മട്ടിൽ വന്നു. ഇതിനകത്ത് ഒരല്പം ഇവരുടെ ആ ഒരു പോര് മുറുകാൻ കാരണം നിലമ്പൂരിൽ ഇവര് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞത്. ഇത് മറ്റുള്ളവരെ അല്പം ഒന്ന് ചൊടിപ്പിക്കുകയുണ്ടായി. കാരണം അവർക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ ഇത് ആലോചിക്കുന്നത് ഇതിനകത്ത് വെറുതെ പിന്നെ ധനവ്യയം അല്ലേ, പിന്നെ എനർജി, ഇതൊക്കെ നഷ്ടപ്പെടും. അതൊഴിവാക്കാൻ വേണ്ടിയാണ്. കാരണം എന്തായാലും BJPക്ക് അവിടെ വലിയൊരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് അവിടെ നേരിടണം. BJPക്ക് BJPയുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രം അതിനെ കരുതിയാൽ മതി. പക്ഷേ മത്സരിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഓളം ഉണ്ടാക്കണം. അതെ അതെ അതെ. കാരണം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഇന്നിപ്പോ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും BJPക്ക് മത്സരിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും BJPക്ക് എന്താ പറയണ്ട, മോശമല്ലാത്തൊരു വോട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ ചേലക്കരയിൽ BJP മത്സരിച്ചു, അവിടെ പരമാവധി വാങ്ങിയിരുന്നത് 20,000 വോട്ടാണ്. ഇപ്പോൾ അത് ഉപതെരഞ്ഞെടുപ്പിൽ 34,000 വോട്ട് എത്തി. അവിടെ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, തദ്ദേശീയനാണ്, അയാൾ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളാണ്.
അവിടെ എന്താ പറയണ്ടേ, ജനകീയനാണ്. ആ ചേലക്കര മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയുന്നയാളാണ്. ചേലക്കര ആയതുകൊണ്ടാണ് അവിടെ ഒരു പക്ഷേ അയാൾ ഈ 34,000 വോട്ടിലേക്ക് ഒതുങ്ങിപ്പോയത്. മറ്റേതെങ്കിലും ഒരു മണ്ഡലമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറെ കൂടി വോട്ട് നേടാൻ സാധിക്കുമായിരുന്നു, ഒരു പക്ഷേ വിജയം വരെ കൈവരിക്കാൻ സാധിക്കുമായിരുന്നു. ചേലക്കരയിൽ പക്ഷേ സ്ഥിതി വ്യത്യസ്തമാണ്. ഇപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നത് അവർ ഇവിടം നയിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടന്നത്. അതെ, അന്നൊക്കെ ഈ പറഞ്ഞതുപോലെ ചേലക്കരയിൽ ഒരു മുന്നേറ്റം കുറിക്കാൻ സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPക്ക് വിജയം ഉണ്ടായി. ഇതൊക്കെ സുരേന്ദ്രൻ തൻ്റെ ക്രെഡിറ്റായിട്ട് എടുക്കുകയാണ്. അതെ, അപ്പോൾ അത് എടുക്കാനുള്ള ആ സാഹചര്യം ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണല്ലോ ഈ വിജയിച്ചത്. തൃശ്ശൂരിലെ വിജയത്തിൽ നമുക്ക് BJPക്ക് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഒരു താരപരിവേഷം കൂടി അതിനകത്തുണ്ടെന്നുള്ള. അതൊക്കെ ഉണ്ടെങ്കിലും സാറേ, ഈ സംഘടനാ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ എപ്പോഴും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഒരു നേതാവിന്റെ തലയ്ക്ക് വരുമെങ്കിൽ തീർച്ചയായിട്ടും ജയത്തിന്റെ ക്രെഡിറ്റും അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശാന്ത് 2016 നേടിയ നിയമം 2021 കൊണ്ടുപോയി തൊലച്ചത് എന്തുകൊണ്ടാണ്? അതും ഇവരുടെ കഴിവുകേടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. പാലക്കാട് ഇവർക്ക് നല്ല പങ്ക് വഹിക്കാവുന്ന. തീർച്ചയായിട്ടും പാലക്കാട് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ, ഒരു ചെറുപ്പക്കാരനെ നിർത്തി കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ നല്ല സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ RSSനും ധാരാളം വോട്ടുണ്ട് അവിടെ. RSSന് നല്ല സംവിധാനമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പാലക്കാടിന്റെ ഫലം വേറൊന്നാകുമായിരുന്നു. 2021 ഷാഫി പറമ്പിലിനെ ഒന്ന് വിറപ്പിച്ചില്ലേ ഈ ശ്രീധരൻ? 2021 തീർച്ചയായിട്ടും വലിയ എന്താ പറയണ്ടേ വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തിയത്. ഷാഫി പറമ്പിൽ ഏതാണ്ടൊരു 3000 വോട്ടിനാണ് അവിടെ ജയിച്ചു പോയത്. അത്രേ ഉള്ളൂ. കാരണം അവസാന നിമിഷം വരെ ശ്രീധരൻ ജയിച്ചു എന്ന് കരുതിയതല്ലേ? അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഇപ്പൊ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് 11 ഇടങ്ങളിൽ BJP വിജയിക്കാൻ കഴിയും, വിജയിക്കും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ 4 നിയമസഭാ മണ്ഡലങ്ങളാണ് പറയുന്നത്. അതുപോലെ പിന്നെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ 11 നിയമസഭാ മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് പിന്നെ അത്തരത്തിലുള്ള പ്രവർത്തനമാണ്. ഒരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു തമ്മിലടി വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് സാറ് പാർട്ടി വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം അവർ പുതിയൊരു പരീക്ഷണം നടത്തി നോക്കി, രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാളെ കൊണ്ടുവന്നു. എന്നിട്ടും എന്തുകൊണ്ട് താഴെ തട്ടിലേക്ക് അത് ഈ മുകൾ തട്ടിൽ നിന്ന് ഈ സന്ദേശം താഴെ തട്ടിൽ വരെ എത്തിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടിങ്ങനെ ചേരി തിരിഞ്ഞിവർ ഏറ്റുമുട്ടുന്നു എന്നൊക്കെ ഉള്ളത് കേന്ദ്ര നേതൃത്വം വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അല്ല, രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര നേതൃത്വം തന്നെയാണ് നേരിട്ടുള്ള ഒരു. അതുകൊണ്ട് ഒരല്പം ഇതിനകത്ത് വിഭാഗീയത ഒതുങ്ങും എന്നുള്ള ഒരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് രൂക്ഷമാകുകയാണെന്നുണ്ടെങ്കിൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ രൂക്ഷമായിരിക്കുകയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.